അപ്പൊ ഇന്നത്തേത് നമ്മുടെ ഒരു നൈറ്റ് വ്ലോഗാണ്. നൈറ്റ് ഇപ്പൊ കാറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോകാന്ന് കരുതിയിട്ടുണ്ട്. ഞാനും മോളും ഏട്ടനും പിന്നെ അമ്മയും അനിയത്തിയും കൂടിയിട്ടാണ് പോകുന്നത്. വേറെ കറങ്ങാനൊന്നല്ല ഏട്ടാ പോകുന്നത്. ഏട്ടനൊക്കെ പണ്ട് താമസിച്ച വലിയ പറമ്പായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ വീടിനടുത്തുള്ള രേണിയേച്ചിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ രേണിയേച്ചിന്റെ അമ്മ സുലു അമ്മമ്മ ഏട്ടനെയൊക്കെ കുറേ പണ്ട് ചെറുപ്പത്തില് അമ്മയൊക്കെ ജോലിക്ക് വന്ന സമയത്ത് ഏട്ടനെയും അനിയത്തിനെയും ഒക്കെ നോക്കിയിട്ടുള്ളതായിരുന്നു സുലു അമ്മമ്മ. അപ്പം സുലു അമ്മമ്മ വീണിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് മോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വയസ്സായ അമ്മമ്മയാ. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ടേ ഉള്ളത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇതാ ഇവിടെ വാലാട്ടി നിൽക്കുന്ന ഒരു സാധനത്തിനെ കണ്ടില്ല. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഒരു 3-4 പട്ടികളെ ഇവര് വളർത്തുന്നുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ സുലമ്മമ്മ മോളെയും കാണണം, അതുപോലെ സൂര്യ പ്രഗ്നന്റ് ആയതുകൊണ്ട് സൂര്യനെയും കാണണം എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ശരിക്കും എനിക്ക് ഇവിടെ മുന്നേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഓടുകയ്യ. അപ്പൊ ഇപ്പം രേണീച്ചിന്റെ മോൻ രേഷാടന്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മള് വിളിച്ചു പറഞ്ഞു വരുന്നുണ്ട്. അപ്പം നായിനെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി കെട്ടിയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പം ഭയങ്കര രസമാണ്. ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് നേരത്തെ എടുത്തു നടന്നില്ലേ, അതാട്ടാ മോളെ എടുത്തു നടന്നതാട്ടാ രേണീച്ചി. അപ്പൊ ഇവിടെ മൊത്തം ചെടികളിലൊക്കെ അയ്യോ ഭയങ്കര ഭംഗി. ഇപ്പൊ രാത്രി വന്നതുകൊണ്ട് എനിക്ക് വീഡിയോയില് അത്രയും ക്ലാരിറ്റിയോടുകൂടി എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ വീട്ടിലേക്ക് വന്ന് മുറ്റത്തേക്ക് എൻട്രി ചെയ്താൽ തന്നെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇതാണ് വീട്. അപ്പം ഇവിടെ മുറ്റം ഫുള്ള് ചെടികളാ. പേരും എനിക്കറിയില്ല ഓരോ ചെടികളുടെ. രേഷാടനാണ് ഇതിന്റെ ക്രെഡിറ്റ് ഫുള്ള്. പിന്നെ ചെടിക്ക് വെള്ളമൊഴിക്കലും ആക്കലൊക്കെ രേണീച്ചയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പട്ടിക്കുട്ടികളും കുറെ ഉണ്ട്, ചെടികളും ധാരാളം ഉണ്ട്. നല്ല മുളയനെ കൊണ്ട് ഡിസൈനൊക്കെ ഇതാണ് ഒന്ന് ലാബ്, അതിനെ കൂട്ടിലാക്കിയിട്ടാണ് ഉള്ളത്. ഈ ഒരു നമ്മൾ നടന്നു പോകുന്ന വഴിയില്ലേ, അതിന്റെ 2 സൈഡ് നിറച്ചും ചെടികളാണ്. ഒരു കുളം പോലത്തെ സംഭവങ്ങളെല്ലാം ആക്കിയിട്ട് എന്തൊക്കെയോ അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇരുടായത് കൊണ്ട് കറക്റ്റ് മനസ്സിലാവുന്നില്ല. അവരവിടെയൊക്കെ പോയിട്ട് നോക്കുവാണ് ചെടികളൊക്കെ. അതെ, ഇപ്പം കുറച്ച് ലൈറ്റുള്ള ഭാഗത്തുനിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ്. കണ്ടു എത്രത്തോളം ചെടികളുള്ളത്. ഇത് വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. രേഷേട്ടനൊരു പാഷൻ ആയതുകൊണ്ട് ഇതിങ്ങനെ ചെടികളെ വളർത്തിയിട്ടേ ഉള്ളത്. ശരിക്കും പറഞ്ഞാല് ആ ഒരു മഴ പെയ്ത ഒരു വെള്ള ഈർപ്പ് അങ്ങനെയുള്ള ആവുന്ന സമയത്ത് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം പകലൊരു ദിവസം വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് സമയം സംസാരിച്ചു, കുറച്ച് സമയം ഇരുന്നു, സുലമ്മ മോളെയൊക്കെ കളിപ്പിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിന് തൊട്ടടുത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ രാത്രി ആയതുകൊണ്ട് കാറിലാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.